കേരളത്തിലെ രാജീവ് ചന്ദ്രശേഖരന്റെ ബി.ജെ.പി. അവരുടെ പ്രവർത്തകരെ കൊലക്കു കൊടുത്തങ്ങനെ തകർക്കുകയാണ്. തിരുവനന്തപുരത്തെ വലിയ വലിയ സ്വാധീനമുള്ള നേതാക്കൾ പലരും ആത്മഹത്യ ചെയ്യുകയാണ് ഈ പാർട്ടിയുടെ ക്രൂരത കൊണ്ട്. ഒരു കോർപ്പറേഷൻ കൗൺസിലർ ആത്മഹത്യ ചെയ്തിട്ട് മാസങ്ങൾ തികഞ്ഞിട്ടില്ല. ഇപ്പോഴിതാ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ ആത്മഹത്യയും അതുകൂടാതെ മറ്റൊരു ആത്മഹത്യാ ശ്രമവും നടന്നിരിക്കുന്നു. RSS പ്രവർത്തകർ ആനന്ദിൻ്റെ ആത്മഹത്യ BJP സീറ്റ് നിഷേധിച്ചതിലെ മനോവിഷമം കൊണ്ടെന്ന് പോലീസ് തന്നെ FIR ഇട്ടിരിക്കുകയാണ്. ബന്ധുവിൻ്റെ മൊഴിയിലാണ് പൂജപ്പര പോലീസ് FIR ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സഹോദരി ഭർത്താവിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇങ്ങനെയൊരു അസ്വാഭാവിക മരണത്തിന് FIR രജിസ്റ്റർ ചെയ്തത്. അങ്ങനെ ആനന്ദിന് കുടുംബ പ്രശ്നങ്ങളോ അല്ലാതെ വ്യക്തിപരമായ മറ്റു പ്രശ്നങ്ങളോ കടബാധ്യതയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആനന്ദിൻ്റെ ജീവനായിരുന്നു BJP. പക്ഷേ ആ BJPയുടെ സംസ്ഥാന അധ്യക്ഷന് ആ പാർട്ടി ജീവനൊന്നുമല്ല, ഒരു കച്ചവടമാണ്. അതിൻ്റെ ഫലമാണ് ഇങ്ങനെ ആത്മഹത്യ നടന്നുകൊണ്ടേയിരിക്കുന്നത്. കോർപ്പറേഷനിലേക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിനാൽ വലിയ മനോവിഷമത്തിലായിരുന്നു കുറേ ദിവസങ്ങളായി. ആനന്ദിന് സീറ്റ് നൽകേണ്ടുന്ന ഇടത്ത് മണൽ മാഫിയകളുടെയും മറ്റു മാഫിയകളുടെയും ഇടപെടൽ കാരണം ആ സീറ്റ് അവിടെ നിഷേധിക്കപ്പെടുകയാണ്. ഇതിനെ തുടർന്നാണ് ആത്മഹത്യയെന്നാണ് തൻ്റെ അറിവ് എന്ന് സഹോദരി ഭർത്താവ് മൊഴി നൽകിയിരിക്കുന്നു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ആനന്ദ് സുഹൃത്തുക്കൾക്ക് അയച്ച വാട്സാപ്പിൻ്റെ കുറിപ്പ് അതിൻ്റെ അടിസ്ഥാനത്തിലും പോലീസ് സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യുകയാണ്. ആനന്ദിൻ്റെ ഫോണിൽ നിന്ന് വിവരങ്ങൾ തേടാനാണ് പോലീസിൻ്റെ തീരുമാനം. അതുപോലെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന BJP ശിവസേന നേതാക്കളുടെ മൊഴിയും എടുക്കാൻ പോവുകയാണ് പോലീസ്. ആനന്ദ് ശബ്ദ സന്ദേശം അയച്ചവരുടെയും മൊഴിയെടുക്കും. നമുക്കറിയാം, BJP കൗൺസിലറായിരുന്ന അനിൽകുമാറിൻ്റെ ആത്മഹത്യ നടന്നത് ഇപ്പോൾ മാസങ്ങൾക്ക് മുമ്പാണ്. അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കെട്ടടങ്ങും മുൻപാണ് ഇപ്പോൾ BJPയെ പ്രതിക്കൂട്ടിലാക്കി ആനന്ദ് K തമ്പിയും ജീവനൊടുക്കിയിരിക്കുന്നത്. തൃക്കണ്ണാപുരം വാർഡിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തഴഞ്ഞതിൽ മനംനൊന്താണ് ആനന്ദ് ആത്മഹത്യ ചെയ്തത്. ഇതേ തൃക്കണ്ണാപുരം വാർഡിൽ 2015-20 ആ കാലയളവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കൗൺസിലറായിരുന്നു കഴിഞ്ഞ മാസം മരിച്ച അനിൽകുമാർ. 2020 ആ വാർഡ് വനിതാ സംവരണമായതോടെയാണ് തൊട്ടടുത്ത വാർഡായ തിരുമലയിൽ അനിൽകുമാർ മത്സരിച്ചതും വിജയിച്ചു വന്നതും. എന്നാൽ ഇപ്പോൾ 2025 തൃക്കണ്ണാപുരം വാർഡിൽ നിന്ന് തന്നെ അനിൽകുമാർ മത്സരിക്കുമെന്നൊരു അഭ്യൂഹമുണ്ടായിരുന്നു. അതിനിടെയാണ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളിൽപ്പെട്ട് അനിൽകുമാർ ആത്മഹത്യയിലേക്ക് പോകേണ്ടി വന്നത്. ഇതേ അനിൽകുമാറിന് പകരം കണ്ടുവച്ച ആനന്ദ് തമ്പി ഇന്നലെ ആത്മഹത്യ ചെയ്തതോടുകൂടി വലിയ ആരോ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് സത്യമാണ്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് നെടുമങ്ങാട്ടും BJPയുടെ വനിതാ നേതാവ് ആത്മഹത്യ ശ്രമിച്ചു. തലനാരിഴക്കെ അവർ രക്ഷപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തനിക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചു എന്നാരോപിച്ചുകൊണ്ട് തന്നെയാണ് BJPയുടെ ഈ വനിതാ പ്രാദേശിക നേതാവും ആത്മഹത്യക്ക് ശ്രമിച്ചത്. തിരുവനന്തപുരം നെടുമങ്ങാട്ട്. ഈ നെടുമങ്ങാട് നഗരസഭയിലെ പനക്കോട്ടല വാർഡിൽ പ്രതീക്ഷിച്ച സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല എന്നാണ് പരാതി. ഇവർക്കൊക്കെ സ്ഥാനാർത്ഥിത്വം നൽകുന്നതിന് പകരം മറ്റാരെയോ കണ്ടുവച്ചിരിക്കുകയാണ് BJP നേതൃത്വം. ആത്മഹത്യക്ക് ശ്രമിച്ച വനിതാ നേതാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അപകടനില തരണം ചെയ്തുവെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. കൈഞ്ഞരമ്പ് മുറിച്ചുകൊണ്ടാണ് അവർ ആത്മഹത്യക്ക് ശ്രമിച്ചത്. അങ്ങനെ BJP നേതാക്കൾ ഒന്നടങ്കം ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ കാരണം BJPയിൽ നിന്നും കിട്ടുന്ന ഏറ്റവും വലിയ പീഡനങ്ങൾ തന്നെയാണെന്ന് നമുക്കറിയാം. ഇതിൻ്റെ ഭാഗമല്ലെങ്കിലും കോട്ടയം ജില്ലയിൽ RSSൻ്റെ ശാഖയിൽ നിന്ന് പീഡിപ്പിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ മരിച്ചതും ആത്മഹത്യ ചെയ്തതും ഇതിനോട് കൂട്ടി വായിക്കേണ്ടതാണ്. ഇങ്ങനെ സീറ്റ് നിഷേധിക്കുകയും പീഡനങ്ങൾ സഹിച്ചും ആത്മഹത്യ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് BJPയും RSSും മാറിയിരിക്കുന്നു. ഏതായാലും രാജീവ് ചന്ദ്രശേഖരൻ ഒരു കോർപ്പറേറ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ BJPയെ വെച്ചുകൊടുത്തപ്പോൾ നന്നായി ഒരു കാര്യം ഉറപ്പിച്ചതാണ്. ഇവിടെ BJP പ്രവർത്തനം ഇനി മുതൽ ഒരു കച്ചവടമായിരിക്കും. അതിൽ പ്രവർത്തകർ ഒരുപക്ഷെ മരിക്കും, ചിലപ്പോൾ ജീവിക്കും. പക്ഷെ ലാഭം അത് BJPക്ക് കിട്ടണം എന്നുള്ളതാണ്. അതിനുവേണ്ടി എന്ത് വൃത്തികേടും കാണിക്കും. അതാണ് കോർപ്പറേറ്റ് BJPയുടെ ഇന്നത്തെ അവസ്ഥ നമ്മളെ കാണിച്ചു തരുന്നത്. K മുരളീധരൻ പറഞ്ഞതുപോലെ ഇത് തന്നെയാണ് പ്രസിഡന്റിൻ്റെ ഒരവസ്ഥ. ആ പ്രസിഡന്റിനെ കാണാൻ ചെന്നാൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ ചീത്ത പറഞ്ഞ് പ്രവർത്തകരെ ഓടിക്കുകയാണ്. അവർക്ക് ആത്മഹത്യ തന്നെയാണ് ഏക പോംവഴിയെന്ന് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നു.